ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാം അറിഞ്ഞ് തകർന്ന വിലാസിനെ ഗീതുവിനെ വിളിക്കുവാണ് കേട്ടോ. ഒന്നും പറയുന്നില്ല. എൻ്റെ മോളെ കാണാൻ ഭയങ്കര ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, ഇതെന്തിൻ്റെ ഷോപ്പിങ്ങാ എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, അമ്മയ്ക്ക് മോളെ കാണാൻ തോന്നി എന്നൊക്കെ പറയുമ്പോൾ ഗീതുവിന് എന്തോ സംശയം തോന്നുന്നു കേട്ടോ. അമ്മയ്ക്ക് എന്തോ മാറ്റം ഉണ്ടല്ലോ എന്നോർത്ത്. പിന്നെ വിലാസിനെ കൂടെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ പ്രിയയും വിനോദം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിനോദ് പറയുകയാണ്, അടുത്ത ആഴ്ച നീ അങ്ങ് പോവല്ലേ, നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടും, അവിടെ വന്ന് നിൽക്കണം എന്നുണ്ട്, പക്ഷേ അവിടെ എന്നോട് ആർക്കും അത്ര താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, അല്ലെങ്കിലും വിനോദ് എൻ്റെ കൂടെ വന്നാൽ മതി, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വിനോദ് എന്തെങ്കിലും കുഴപ്പത്തിൽ പോയി ചാടും എന്ന് പറയുവാണേ. അതേ സമയത്ത് വിലാസിന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് പ്രിയയുടെ അടുത്ത് വന്നിട്ട് അത് കൊടുക്കുവാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ പ്രിയയ്ക്കും തോന്നുവാണ് ഇതെന്താ ഇത്ര വലിയ മാറ്റം എന്ന്. അത് കഴിയുമ്പം വിനോദ് പറയുന്നുണ്ട്, ഞങ്ങളുടെ കുഞ്ഞിനെ അമ്മ വേണ്ടേ നോക്കാമെന്നൊക്കെ ചോദിക്കുമ്പോഴും മനസ്സിൽ വിലാസിന് ചിന്തിക്കുന്നുണ്ട്, അത്രയൊന്നും എനിക്ക് ആയുസില്ലല്ലോ എന്നോർത്ത് പുള്ളിക്കാരി കൂടെ വിഷമിച്ച് അങ്ങ് പോവാണ് കേട്ടോ. പ്രിയ എന്നിട്ട് വിനോദിനോട് പറയുന്നുണ്ട്, എന്താ പറ്റിയെന്ന് അറിയത്തില്ല, അമ്മയ്ക്ക് എന്തോ ഭയങ്കര സങ്കടം ഉണ്ടെന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് ഭദ്രൻ ഇരുന്ന് വെള്ളം അടിക്കുന്നതാണ് കേട്ടോ. വെള്ളം അടിക്കാൻ നേരത്ത് ഭദ്രൻ പറയുന്ന ഒരു ടച്ചിങ്സ് പോലും അവൾ തരുന്നില്ലല്ലോ ഇപ്പം എന്ന് പറയുമ്പം വിലാസിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ടച്ചിങ്സ് ഒക്കെ ആയിട്ട് വരുവാണ്. ഇത് കാണുന്ന ഭദ്രൻ പറയുകയാണ്, നീ എത്ര നാൾ കൂടി എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ വിലാസിന് പറയുന്നുണ്ട്, പണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഭദ്രേട്ടൻ രണ്ടാമത് കിട്ടുമോ എന്ന് ചോദിച്ചപ്പം ഞാൻ ഒരുപാട് വഴക്കൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ വയസ്സാം കാലത്ത് നോക്കാൻ വേറെ ആരുമില്ല, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോ എന്ന് പറയുമ്പോൾ ഭദ്രൻ പറയുകയാണ്, അത് നീ സമ്മതിച്ചാൽ ഞാൻ ഇപ്പം തന്നെ കിട്ടും എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ വിലാസിന് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഓർക്കുവാണ്, ഞാൻ എൻ്റെ ജീവിതം തന്നെയാണല്ലോ ദൈവമേ നശിപ്പിച്ചത്. അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ചാൽ അയ്യപ്പേട്ടനും ഗോവിന്ദനോട് സംസാരിക്കുമ്പം അയ്യപ്പേട്ടൻ ഗോവിന്ദനെ കളിയാക്കുവാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഇഷ്ടം തുറന്ന് പറയാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അതല്ല ഞാനിനി എങ്ങാനും ചെന്ന് പറയുമ്പം അവളിനി എനിക്കിതിലും ചെറുപ്പക്കാരായ ഭർത്താക്കന്മാരെ വേറെ കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അയ്യപ്പണ്ണം പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യുക, പോയി കുടിച്ചിട്ട് വരാം, അപ്പോൾ കുടിച്ചതിൻ്റെ കെട്ടാന്ന് ഓർത്തോളൂ എന്നൊക്കെ പറയുമ്പം നമ്മുടെ ഗോവിന്ദ് പറയുന്നത്, അത് ശരിയാവുകയില്ല. അപ്പം അയ്യപ്പണ്ണം പറയുന്നുണ്ട്, എന്നാൽ പുറത്ത് കൊണ്ടുപോയി തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് ഗീതുമോളോട് പറയാമെന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ കാഞ്ചന ഒളിച്ചു നിന്ന് കേൾക്കുവാണ് കേട്ടോ. ഒളിച്ചു നിന്ന് കേട്ടിട്ട് കാഞ്ചന ഓടി ചെന്നിട്ട് നമ്മുടെ രാധികാമ്മയോടും വരുണോടും പറയുവാണ്, അതെ ഗീതുപാപ്പയ്ക്ക് വാക്കോളായതുകൊണ്ട് ഗർഭിണിയല്ലേ, ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഗോവിന്ദ് മാമ കൊണ്ടുപോവാണ് പുറത്ത് ഫുഡ് കഴിക്കാമെന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേ നമ്മുടെ രാധികാമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരുവാണ് കേട്ടോ. വരുണും ദേഷ്യം വരുവാണ്. അവരെങ്ങനെയായാലും രാധികാമ്മ എങ്ങനെയാലും വരുണിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ നിനക്ക് കിട്ടാനുള്ള സ്വത്തുക്കൾ ഡബിളായിട്ട് ഗോവിന്ദ് തരും, നീ അതിൻ്റെ കാര്യങ്ങൾ നോക്ക്. എന്തായാലും ഇന്ന് ഗീതുവിനെ പുറത്തോട്ട് ഗോവിന്ദനോട് വിടത്തില്ല, അതിനെന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവർ രണ്ടും കൂടെ എന്തോ പ്ലാൻ ചെയ്യുവാണ് കേട്ടോ. അത് കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതു മുറിയിൽ റെഡി ആവുകയാണ് പുറത്തു പോകാൻ. ഗോവിന്ദ് ഗീതുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് ഗീതുവിനോട് പറയുന്നുണ്ട്, നീ എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തിയതാണ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, അത് പറയാൻ വേണ്ടി പോകണമെന്ന് പറയുമ്പം തിരിച്ച് ഗീതവും പറയും, എനിക്കും അതെ ഗോവിന്ദേട്ടൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ കണ്ടടിച്ച്, എന്നാൽ നിനക്ക് പറയാനുള്ള പറഞ്ഞോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാഞ്ചന വന്ന് വാതിൽ തുറക്കും കേട്ടോ. വാതിൽ തുറന്നിട്ട് കാഞ്ചന പറയും, അതേ രാധികാമ്മ വിളിക്കുന്നുണ്ട്, രാധികാമ്മയ്ക്ക് തീരെ വയ്യ, നെഞ്ചിന് വേദനയാന്ന് പറയുമ്പോൾ പോകുന്ന ഓടിപ്പടച്ച് അവിടെ ചെല്ലും കേട്ടോ. എന്നിട്ട് പറയും, അമ്മേ വാ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പം ഗീതുവിന് മനസ്സിലാവും, സ്ഥിരം അമ്മായിയമ്മമാർ ഇറക്കുന്ന അതേ നമ്പർ എന്ന് പറഞ്ഞ് ഗീതുവും ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഏട്ടൻ ഈയിടെയായിട്ട് അമ്മയുടെ അടുത്ത് ഒത്തിരി ഇരിക്കാത്തതിൻ്റെ വിഷമം കൊണ്ടൊക്കെയാ എന്ന് പറയുമ്പോഴത്തേക്കും രാധിക കട്ടിലേ കിടന്ന് ഹാ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. ഇപ്പം ഗീതു ഇതിപ്പം ഞാൻ പൊളിച്ചു തരാമെന്ന് പറഞ്ഞ് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.